ഹായ് ഫ്രണ്ട്സ്, യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ കട്ട ചങ്കുകൾക്കൊപ്പം ഒരു ടെമ്പോ ട്രാവലറിൽ അടിച്ചു പൊളിച്ചു പോകുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അത് വേറൊരു ലെവലാണ്. ജനുവരി 22, മൂക്കന്നൂർ ദേശം അപ്പോഴും മഞ്ഞുകാലത്തെ മധുര സ്വപ്നത്തിൽ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സമയം. വരാമെന്ന് വാക്ക് തന്ന പലരും അവസാന നിമിഷം വ്യക്തിപരമായ കാരണങ്ങളുടെ പുതപ്പിനുള്ളിലേക്ക് തന്നെ വലിഞ്ഞു കയറി മുങ്ങി. പക്ഷേ തീരുമാനിച്ചാൽ മാറ്റമില്ലാത്ത ഞങ്ങൾ 10 പേർ ഒടുവിൽ വണ്ടിയിൽ സെറ്റായി. മൂക്കന്നൂരിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ച് തണുപ്പിനെ വകഞ്ഞുമാറ്റി ഞങ്ങളുടെ ടെമ്പോ ട്രാവലർ മഞ്ഞു പുതച്ച മൂന്നാറിനെ ലക്ഷ്യമാക്കി പാഞ്ഞു തുടങ്ങി. ആവേശം തലയ്ക്ക് പിടിച്ച 10 പേർ. ഇനി മുന്നിൽ മൂന്നാറിൻ്റെ തണുപ്പും ഞങ്ങളുടെ ആഘോഷവും മാത്രം. ലക്ഷ്യസ്ഥാനത്തേക്കാൾ ഞങ്ങൾ കൊതിച്ചത് ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു. ഇത് വെറുമൊരു സൈറ്റ് സീയിങ് ട്രിപ്പല്ല, ഇത് ഞങ്ങളുടെ ഒന്നൊന്നര ആഘോഷമാണ്. യാത്ര തുടങ്ങി അധികം വൈകാതെ ഞങ്ങളുടെ ട്രാവലർ ഒരു കൊച്ചു പാട്ടുകച്ചേരി ഹാളായി മാറി. പാട്ടുകാർ, ഡാൻസുകാർ, ചിലർ മലയാളം പാട്ടിന് ഇംഗ്ലീഷ് സ്റ്റെപ്പിടുന്നു. എല്ലാവരും ഫുൾ ഫോമിൽ. ഇടയ്ക്ക് വണ്ടി നിർത്തി ശരവണ ഭവനിൽ നിന്ന് ഒരു ചായയും വടയും അടിച്ചതോടെ എല്ലാവർക്കും ഹൈ വോൾട്ടേജായി. പലപ്പോഴും ടൂറ് പോകുമ്പോൾ സ്ഥലങ്ങൾ കാണാനാണ് എല്ലാവർക്കും തിരക്ക്. എന്നാൽ ഞങ്ങൾക്ക് തിരക്ക് പരസ്പരം മിണ്ടാനായിരുന്നു. വട്ടം കൂടിയിരുന്ന് പഴയ തമാശകൾ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതിനോളം വരില്ല മൂന്നാറിലെ ഒരു വ്യൂ പോയിന്റും. നാട്ടുകൂട്ടുകാർ ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടുണ്ട്. അവിടെ ആർക്കും അഭിനയിക്കേണ്ടി വരുന്നില്ല. കല്ലാർകുട്ടിയിലെ മാതൃകാ കള്ള് ഷാപ്പിൽ കയറി ചെത്തുകള്ളും വയറു നിറയെ എരിവുള്ള ഷാപ്പ് കറികളും കഴിച്ച് പഴയ കഥകൾ പറഞ്ഞു ചിരിച്ചപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഷാപ്പിലെ കറികളേക്കാൾ എരിവുള്ളതായിരുന്നു ഞങ്ങൾക്കിടയിലെ തമാശകൾ. വയറു നിറഞ്ഞതിനേക്കാൾ വേഗത്തിൽ ആ തമാശകൾ കേട്ട് ഞങ്ങളുടെ മനസ്സു നിറഞ്ഞു. മാതൃകാ ഷാപ്പിലെ മാതൃകാ കള്ളുകുടിയും കഴിഞ്ഞ് വീണ്ടും വണ്ടിയിലേക്ക്. പുറത്തെ ജനലിലൂടെ കാഴ്ചകൾ ഓടി മറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചങ്ങാത്തം വണ്ടിക്കുള്ളിൽ തന്നെ ഉറച്ചു നിന്നു. തമാശകളുടെ ഡോസ് ഒന്നുകൂടി കൂടി. അങ്ങനെ പതുക്കെ തണുപ്പിൻ്റെ കമ്പിളി പുതച്ച മൂന്നാർ ഞങ്ങളെ സ്വീകരിച്ചു. പുറത്ത് നല്ല തണുപ്പ്, പക്ഷേ വണ്ടിക്കുള്ളിൽ ആവേശത്തിൻ്റെ ചൂട് ഒട്ടും കുറഞ്ഞിരുന്നില്ല. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും മൂടൽമഞ്ഞും കണ്ട് ആടിപ്പാടി ആർത്തുല്ലസിച്ച ആ നിമിഷങ്ങൾ, അത് വെറും ഫോട്ടോകളല്ല, പകരം ഒരായുസ് മുഴുവൻ ഓർത്തുവയ്ക്കാൻ പറ്റിയ കുറേ സുവർണ നിമിഷങ്ങളാണ്. പലരും പറയും മൂന്നാർ ഒരു കാഴ്ചയാണെന്ന്.
എന്നാൽ ഞങ്ങൾക്ക് ഈ യാത്ര വെറും കാഴ്ചയായിരുന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന തിരക്കുകൾക്കിടയിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ കണ്ടെത്തിയ ഒരു എസ്കേപ്പ് ആയിരുന്നു. 10 പേർക്കും ഇതൊരു വൺ ഡേ ട്രിപ്പല്ല, വരാനിരിക്കുന്ന ഒരുപാട് നാളുകളിലേക്ക് ചാർജ് ചെയ്തു വച്ച ഒരു പവർ ബാങ്കായിട്ടാണ് തോന്നിയത്. അങ്ങനെ മൂന്നാറിലെ മഞ്ഞും തണുപ്പും പതുക്കെ ഞങ്ങളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഇനിയും മഞ്ഞു വീഴും, പുതിയ സഞ്ചാരികൾ വരും. പക്ഷേ 10 കൂട്ടുകാരും ഒരു ട്രാവലറും, പിന്നെ ആ പരിധിയില്ലാത്ത ആഘോഷവും, അത് ഈ വഴിയിൽ എന്നും അടയാളപ്പെടുത്തി വച്ചിരിക്കും. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കഥ തീരുന്നില്ല. ഇനിയും പാടാൻ പാട്ടുകൾ ബാക്കിയുണ്ട്, ആടാൻ സ്റ്റെപ്പുകളും ബാക്കിയുണ്ട്. അടുത്ത ട്രിപ്പിനായുള്ള കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുന്നു. യാത്രകൾ അവസാനിക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും വരും. മറ്റൊരു വഴിയിൽ, മറ്റൊരു ലൊക്കേഷനിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.